എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയും മഹേഷും വിനോദും കൂടെ കണ്ടുമുട്ടുന്ന സമയത്ത് വിനോദ് ആ കാര്യം പറയണേ, കായലില് പൊങ്ങിയ മൃതശരീരം അത് കൈലാസിന്റെ അല്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷിലും ഇഷിതയിലും ഒരു സന്തോഷമുണ്ട്. ദൈവമേ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുറ്റം കൂടെ തങ്ങളുടെ തലയിലേക്ക് വന്നേനും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഇഷ്ടതയോട് വിനോദ് പറഞ്ഞു, എനിക്കറിയാം ഏട്ടത്തിയമ്മയുടെ മനസ്സെന്താന്ന്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഏട്ടത്തിയമ്മ കുറെ ക്രൂശിക്കപ്പെടുമെന്ന് പറയണം. എപ്പോഴേത് നിമിഷം വേണേലും ഒരു പക്ഷേങ്കിൽ കൈലാസ് കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏട്ടത്തിയമ്മേനെ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അതറിയാം, അല്ലെങ്കിൽ തന്നെ ഇഷിത ഞാൻ നമ്മളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ സ്വസ്ഥതയും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഓരോ പ്രശ്നങ്ങൾ തീർന്നു കഴിയുമ്പോൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിനോദ് പറഞ്ഞു, അതെ, ആ സമയത്തൊക്കെ താങ്ങും തള്ളുമായിട്ട് നിൽക്കേണ്ട ആരാന്ന് ഏട്ടനറിയാലോ. ഏട്ടൻ വേണം നിൽക്കാനായിട്ട്. കാരണം വീട്ടിലുള്ള അമ്മയുടെയും ചേച്ചിയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ഇനിയിപ്പോൾ ഈ ചെറിയ കാര്യം മതി ചേച്ചി വയലൻ്റ് ആകാനായിട്ട്. പോരാത്തതിന് ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേനും പൂർത്തിയാവും എന്ന് പറയണം. തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഒന്നും കൂടുതൽ പറയാനായിട്ടൊന്നും പോകണ്ടെന്ന് പറയണം. നമുക്ക് നോക്കാം. അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ആ മാളത്തിൽ നിന്ന് നമുക്ക് പൊക്കണമെന്നൊക്കെ വിനോദ് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, ശരിയാ, ഒരു പക്ഷേങ്കിൽ ഇഷിതയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിരിക്കും അവൻ പുറത്തിറങ്ങാതിരിക്കുന്നേ. അതോ ഇനിയിപ്പോൾ അവൻ വല്ല കെണിയിലും പെട്ടോന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു ഭാവമാറ്റം അവന് ഉറപ്പാന്ന് പറയണം. അവനങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി വരാനായിട്ട് വീട്ടിലേക്ക് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഉള്ള പരിപാടികളിലെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന് അതിനെന്തേലും ഒരു തടയിടുമായിരിക്കും. അതിനുശേഷം വരുവാണെങ്കിൽ തന്നെ വരത്തുള്ളൂ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം. അതിനുശേഷം മഹേഷും ഇഷിതയും കൂടെ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ഇഷിത മഹേഷിനോട് പറഞ്ഞു, അതെ, ഞാൻ പോയിക്കോളാം, മഹേഷിന് ഓഫീസിലേക്ക് പോകണം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇഷിത വീട്ടിലേക്ക് പോരുക. ഈ സമയത്ത് ചിപ്പിമോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ പതിവ് പോലെ. ആദ്യമാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് നല്ല ടെൻഷനിലാണ്. കാരണം കിരണിനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ ആദ്യയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഇൻ്റർവെൽ സമയത്ത് ആദ്യയുടെ അരിയിലേക്ക് ചിപ്പിമോള് വന്നിട്ട് ചോദിച്ചു, എന്തായി ആദ്യേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ആദ്യേട്ടൻ കിരണേട്ടനോട് മാപ്പ് പറയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം പറഞ്ഞു, നീ പറഞ്ഞ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചെന്ന് പറയാം. എന്നിട്ട് ഒരു തീരുമാനം, അതെ, തീരുമാനം എടുക്കാൻ താമസിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കിരണേട്ടനെ പോയി വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്തിന്? അല്ല, ആ സമയത്ത് ആദ്യമായിട്ട് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറയണം. അല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിനൊന്നും കുഴപ്പമില്ല, കിരണേട്ടനെ രഹസ്യമായിട്ട് വിളിച്ചോണ്ട് പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് മാപ്പ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യേട്ടൻ്റെ അരിയിലേക്ക് കിരണേട്ടൻ കൊണ്ടുത്തരാം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ മതി എന്ന് പറയണം. അതിനുശേഷം ചിപ്പിമോള് പോയി കിരണിനെ വിളിക്കണം. കിരണിനെ വിളിച്ചിട്ട്, അതെ കിരണേട്ട എൻ്റെ കൂടെ ദേവൻ വരുന്ന് വരാമെന്ന് ചോദിക്കുക. ഞാൻ എന്തിനാ വരണേന്ന് ചോദിക്കണം. അതെ, ഒരു കാര്യമുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിക്കണം. അങ്ങനെ ചിപ്പിമോൾ എന്ത് ചെയ്യണം, കിരണിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കണം. അതെ, ആദ്യം എന്നോട് കിരണേട്ടനോട് എന്തോ സംസാരിക്കേണ്ടത്. എന്നോട് എന്തിനാ സംസാരിക്കണേ? ഇനി എൻ്റെ മൂക്കിടിച്ച് പരത്താനായിരിക്കും അവന് എന്ന് പറയണം. അതൊന്നും അല്ല, ദേ ഞാനല്ല പറയണേ എന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം കിരണിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. കിരൺ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, അതെ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി ഇട്ടോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ആദ്യം ഒന്ന് നോക്കി. കാരണം ആദ്യം അങ്ങനെ സോറി പറയുന്ന കിരൺ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് കിരൺ പറഞ്ഞു, അത് പിന്നെ ഞാനും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പം ചിപ്പിമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിരണേട്ടൻ അങ്ങനെ വേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ടല്ലേ ആദ്യമായിട്ട് അങ്ങനെ തല്ലിയത്. കാരണം നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിച്ചുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ചിപ്പി കിരണിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യം സോറി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കിരൺ പറഞ്ഞു, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞ, അത് മാത്രമല്ല ബാഗിനകത്ത് കൊണ്ട് ചോക്ലേറ്റിൻ്റെ കവറൊന്നും വെക്കാൻ പാടില്ലായിരുന്നു, ശരിക്കും ഞാനല്ലേ സോറി പറയണ്ടേ, സോറി എന്നൊക്കെ കിരണും പറയണം. അങ്ങനെ അവർ തമ്മിൽ കോംപ്രമൈസ് ആവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ചിപ്പിമോള് ചോദിച്ചു, എങ്ങനെയാ രണ്ടുപേരും കോംപ്രമൈസ് ആയെന്ന് ചോദിക്കണം. എന്താ പറയണം. അങ്ങനെ അവർ കൂട്ടാവുകയാണ്. ചിപ്പിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആദ്യേട്ടൻ എന്താണെങ്കിലും താൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. ആദ്യേട്ടൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാണ്ട് ചിലപ്പം സാധിക്കും. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഡാഡിക്ക് സന്തോഷമാവും, അമ്മയ്ക്ക് സന്തോഷമാവും. ആദ്യേട്ടൻ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കണം. പിന്നീട് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയോട് ചിപ്പി പറഞ്ഞു, അതെ സ്കൂൾ ഫസ്റ്റ് ആവണം, ഞാൻ പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. ഇല്ലയെന്ന് പറയണം, ഞാനും സ്കൂളിൽ ഫസ്റ്റ് തന്നെയാണ്, ക്ലാസ് ഫസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടും വരണം, നമുക്ക് രണ്ടുപേർക്കും മത്സരിച്ച് പഠിക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുക, ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറയണം. അങ്ങോട്ടേക്കോ? അങ്ങോട്ടേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയാം. അതെന്താ ആദ്യേട്ടൻ വരാത്തേന്ന് ചോദിക്കുക. അതെ, ആദ്യേട്ടൻ്റെ അച്ഛമ്മയെ കാണണ്ടേ, ഞങ്ങളെല്ലാവരും കാണണ്ടേ, ഡാഡിയെ കാണണ്ടേ, അവിടെ ഇഷിതാമ്മ ഉണ്ടെന്ന് പറയണം.
ഇഷിതാമ്മയോ? അല്ല, ഞാൻ ഇഷിതാമ്മയെന്നാ വിളിക്കണേന്ന് പറയണം. ഓ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇഷാദ് ആരാന്ന് ചോദിക്കുകയാണ്. ഇഷാദ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇഷാദോ? അതെ, ഇഷാദ്. ആദ്യമായിട്ട് ഇഷാദിനെ അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആദ്യയുടെ എവിടെയോ ഓർമ്മയിൽ എവിടെയോ ഇഷാദ് എന്നുള്ള പേര് വരുവാണ്. ആദ്യം ഇങ്ങനെ അത് ഓർക്കാൻ ശ്രമിക്കുകയാണ്. കാരണം തനി ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ആദ്യം ഇഷിത വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഇഷാദ് എന്നുള്ള. ആദ്യം അതിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ മനസ്സിൽ എന്തോ ഒരു ഓർമ്മ വന്ന പോലെ തോന്നുവാണ്. പെട്ടെന്നാണ് ആദ്യക്ക് ആ ഒരു ഓർമ്മ വരുന്നത്. തൻ്റെ കയ്യെ പിടിച്ച് ഇഷാദയെന്നും വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇഷിതയുടെ ഒരു മുഖം, ഒരു ചെറിയൊരു രൂപം മനസ്സിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ആദ്യം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ചിപ്പിമോടത്ത് ഇതെന്താ ആദ്യമായിട്ടൊന്നും പറയാതെ പോയത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഒരു പക്ഷേ ഇനിയിപ്പം ആദ്യമായിട്ട് ഇഷാദ് എന്നുള്ള പേരുണ്ടോ, അതോ ഇനിയിപ്പോൾ ആ പേര് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേ, അമ്മയാണ് ആ പേര് പറഞ്ഞു തന്നെ, ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഇഷിത വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മഞ്ജിമ സ്വപ്നവലി ഉണ്ടായിരുന്നു. മഞ്ജിമയാണെങ്കിൽ സംഹാര താണ്ഡവം പാടാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇഷിതയെ കണ്ടതും പറഞ്ഞു, സത്യം പറയടി, എൻ്റെ കൈലാസേനെ നീ കൊണ്ട കൊന്നു കളഞ്ഞില്ലെന്ന് ചോദിക്കാം. ദേ മഞ്ജിമച്ചി വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ആരെയും കൊണ്ട് കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല. കായലിൽ പൊങ്ങിയ മൃതശരീരം അത് നിങ്ങളുടെ കൈലാസിൻ്റെ ഒന്നും അല്ലെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞും പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയായിരുന്നടി നീ എൻ്റെ ചേട്ടൻ എന്തേലും ചെയ്ത് കാണുമെന്ന്. ഇപ്പം അവിടെ പൊങ്ങിയില്ലെങ്കിലും നാളെ എവിടെയെങ്കിലും പൊങ്ങും, എനിക്ക് ഉറപ്പുണ്ട്. നീ അതല്ല അതിലപ്പുറം ക്രൂരത ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ട് സ്വപ്നവലി പറഞ്ഞു, അതെ ശരിയാ മോളെ, ഇവൾ ഇത്രയ്ക്ക് ദുഷ്ടാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മഞ്ജു പറഞ്ഞു, എടി പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ, ഇറങ്ങി പോടി അവിടുന്ന്, അവള് ധൈര്യത്തിൽ കയറി വന്നിരിക്കുന്നുണ്ടല്ലേ, എൻ്റെ കൈലാസേണ്ടെ കൊന്നു നിന്നിട്ട് അവള് വരുന്ന വരവാ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇഷിതേനെ അടിക്കുവാണ്. ഇഷിതേനെ അടിച്ചിട്ട് അങ്ങ് തള്ളി വിടുമ്പോഴത്തേനും ഇഷിത അങ്ങോട്ട് വേച്ചു പോയി വീഴുവാണ്. അങ്ങനെ വേച്ച് വീഴുന്ന സമയത്ത് ഇഷിത എന്ന് വീഴുന്ന ആ വാദപ്പടി അങ്ങോട്ടൊക്കെയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കൈലാസ് വരുന്നത്. കൈലാസിന്റെ കാലിന്റെ ചോട്ടിലേക്കാണ് ഇഷിത പോയി അങ്ങോട്ട് വീഴുന്നത്. ഒരു നിമിഷം മഞ്ജിമയും സ്വപ്നവലിയും ഞെട്ടിപ്പോയി കൈലാസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. കൈലാസിനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ടാണ് ഇഷിത ആ ശോഭകടൊക്കെ കാണിച്ചത്. കൈലാസ് ആണെങ്കിൽ കാവി മുണ്ടും കാവി ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരു മറ്റേ കാവടിയൊക്കെ പിടിച്ചാണ് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും പെട്ടെന്ന് ഇഷിത ചാടി എഴുന്നേറ്റു. കൈലാസിൻ്റെ ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പായി ഇഷിതയ്ക്ക്, പുതിയ എന്തോ പ്ലാനുമായിട്ട് വന്നിരിക്കണം എന്നുള്ള കാര്യം. ഈ സമയത്ത് ഇഷിത എന്നിട്ട് ചോദിച്ചു, അല്ല മഞ്ജുമേച്ചിയല്ലേ പറഞ്ഞേ ഞാൻ ഇയാളെ കൊന്നെന്ന്, എന്നിട്ട് എങ്ങനെ ഇയാൾ ജീവനോടെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കാര്യം അറിയാതെ പറയരുത്, ഒന്നും അറിയാതെ വെറുതെ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് വായ ഒന്നല്ലേ ഇഷിത അങ്ങോട്ട് പറയണം. ഇഷിതയ്ക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കൈലാസിന്റെ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുമ ചോദിച്ചു, അല്ല ഇതെന്താ കൈലാസായിട്ട് എങ്ങനെയെന്ന് ചോദിക്കണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് രാമനാഥനും കൂടെ വരുന്നേ. രാമനും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രാമനാഥൻ പറഞ്ഞു, അതെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വെച്ച് കൈലാസിനെ കണ്ടേന്ന് പറയണേ. കൈലാസ് ആണെങ്കിലോ ഭക്തി മാർഗത്തിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുരുകന് വേണ്ടിയിട്ട് കാവടി എടുക്കണം, നേർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നതെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാം ദൈവത്തിന് കൃപ, മുരുകന്റെ കടാക്ഷം എന്നൊക്കെ പറയണ. ഇത്ര സമയം ഇഷിതേനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ മഞ്ജിമേ കൈലാസം മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഒറ്റ നിമിഷം കൊണ്ട് അവരങ്ങോട്ട് പ്ലേറ്റ് മാറ്റുവാണ്. കൈലാസിനെ കണ്ടത് അവരുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയത്ത് ഇഷിത മുറിയിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് മഹേഷ് വരുന്നത്. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥനും കൈലാസം ഒക്കെ ഉണ്ട് വീട്ടിൽ. കൈലാസിൻ്റെ ഈ പുതിയ മാമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, അതിൻ്റെ ഭാഗമാണ്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കൈലാസിൻ്റെ ഈ ഭാവമാറ്റത്തിൽ അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നു പറയാണ്. മഹേഷ് പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവനെപ്പോലെ ഒരു ദുഷ്ടൻ എന്തും ചെയ്യാൻ പഠിക്കത്തില്ല. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വീണ്ടും എന്തിനുള്ള പുറപ്പാടാന്ന് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അയാൾ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയണേ. എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, നീ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, അവർ മാറി താമസിക്കട്ടെ, നമ്മൾ എങ്ങോട്ടേക്ക് പോകാനായിട്ടാ, അവരും രണ്ടുപേരും കൂടെ മാറി താമസിക്കട്ടെ, അതാ നല്ലത്, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ പോകാന്ന് പറയണേ. ഇത് കേട്ടിപ്പം ഇഷതി ചോദിച്ചു, അല്ല അയാൾ മാറി താമസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെയാ, നമ്മൾ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ മഞ്ജുമേച്ചി ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല, ഇനി ഒട്ടും എന്താണെങ്കിലും പറഞ്ഞു വിടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.